നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് വളരെ വേഗത്തിലാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പുതിയ ഫോൺ വാങ്ങിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റോറേജ് തീരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് പെട്ടെന്ന് തീരുന്നത് നമുക്ക് തടയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഹാങ് ആവുകയോ സ്ട്രക്ക് ആവുകയോ സ്ലോ ആവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോണിൻ്റെ ഗാലറിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് നമ്മൾക്ക് ആവശ്യമില്ലാത്ത ടെമ്പ് ഫയലുകളും ക്യാഷ് ഫയലുകളും ഒക്കെ അടിച്ചു കൂടുന്നത്. നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് തീർക്കുന്നതിൽ പ്രധാന വില്ലൻ നമ്മുടെ വാട്സാപ്പ് തന്നെയാണ്. നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഏകദേശം 3-4 ഫോൾഡറിനുള്ളിലായിട്ട് ഉള്ളിലേക്ക് മാറി വാട്സാപ്പ് തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് മീഡിയ എന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഫോൾഡറിനുള്ളിലായിട്ട് നമ്മുടെ വീഡിയോസും ഫോട്ടോസും വോയിസ് മെസ്സേജുകളും എല്ലാം വാട്സാപ്പിൽ വരുന്ന എല്ലാ ഫയലുകളും അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിൽ ചെന്ന് ആ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഒരുപാട് നമ്മൾക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. വാട്സാപ്പിൽ വരുന്ന വീഡിയോസും ഫയൽസും എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് നമുക്ക് വിചാരമുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജിൽ വാട്സാപ്പ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഈ ഫയൽസുകളെല്ലാം കണ്ടുപിടിച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്റ്റോറേജ് തിരിച്ചു പിടിക്കുന്നതിനുള്ള ഏക മാർഗം. വാട്സാപ്പിൽ വരുന്ന വോയിസ് മെസ്സേജുകളും വീഡിയോസും ഫോട്ടോസും എല്ലാം വാട്സാപ്പ് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഒരു ഫോൾഡറിലായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ആ ഫോൾഡറിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഒരു ഐ ബട്ടൺ ഇപ്പോൾ വരും. ആ ഐ ബട്ടണിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ചില സെറ്റിങ്സുകളൊക്കെ ആക്ടിവേറ്റ് ആക്കേണ്ടതുണ്ട്. നമ്മുടെ ഫോൺ ഹാങ് ആകുക, സ്ലോ ആവുക, സ്ട്രക്ക് ആകുക എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെറ്റിങ്സൊക്കെ ആക്ടിവേറ്റ് ആക്കുക വഴി പരിഹരിക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് എബൌട്ട് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വേർഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് ബിൽഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷനിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ആകുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ പാറ്റേൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെക്യൂരിറ്റി കോഡ് നമുക്ക് കടക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിരിക്കും നമുക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നമുക്ക് ഈ ഡെവലപ്പർ ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഡെവലപ്പർ ഓപ്ഷനിൽ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ
നല്ല 8ൻ്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ബുക്കിലോ ഡയറിയിലോ എഴുതി സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്കിവിടെ കാണാവുന്നതാണ് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ. ഈ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ അനിമേഷൻ സ്കെയിൽ ഓഫ് ആക്കിയിടുക. അപ്പോൾ ഇവിടെ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ 3 ഓപ്ഷനുകളുണ്ട്. വിൻഡോസ് അനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ, അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ 3 ഓപ്ഷനുകളും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഓപ്ഷനുകളൊക്കെ നമുക്ക് ഓഫ് ആക്കിയിടേണ്ടതാണ്. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് അതെല്ലാം ഓഫാക്കി ഇടുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ആപ്പുകളൊക്കെ ഓപ്പണായി വരുമ്പം ഒരു അനിമേഷൻ രീതിയിലാണ് അത് ഓപ്പണായിട്ട് വരുന്നത്. അപ്പോൾ ആ അനിമേഷൻ ഓപ്പണായി വരുമ്പോൾ നമ്മുടെ ഫോണ് ഹാങ് ആകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം സ്റ്റക്ക് ആകാനും സ്ലോ ആകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനുകൾ നമ്മൾ ഈ ഡെവലപ്പർ ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഓഫാക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് നല്ലതുപോലെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഓഫാക്കിയിരിക്കുന്നത് വിൻഡോ അനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയില്, അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നിങ്ങനെ 3 ഓപ്ഷനുകളാണ് ഞാനിവിടെ ഓഫാക്കിയിട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡെവലപ്പർ ഓപ്ഷനിൽ നിന്ന് പുറത്ത് വരാവുന്നതാണ്. നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓഫാക്കിയിട്ടിട്ട് വേണം നമുക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട്. ഞാനിവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓഫാക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് നന്നായിട്ട് വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ ഇനി ഹാങ് ആകുകയോ ഫോണിൻ്റെ സ്പീഡ് കുറയുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.